കഴിഞ്ഞ ദിവസം നിർത്തിയെടുത്തുനിന്ന് നമുക്ക് ആരംഭിക്കാം അല്ലേ? അങ്ങനെ ഞങ്ങൾ 4 വണ്ടിയിലായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു പോക്കങ്ങ് പോവാണ് കേട്ടോ. പോകുന്നത് എങ്ങോട്ടാണെന്നുള്ള കാര്യത്തെപ്പറ്റിയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത്. ആഘോഷങ്ങളുടെയും ഉത്സവങ്ങളുടെയും പെരുന്നാളുകളുടെയൊക്കെ ഒരു മാസമാണല്ലോ ഡിസംബർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ ഡിസംബർ മാസത്തിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതായത് ഞങ്ങൾ പോകുന്നത് പാറേപ്പള്ളി പെരുന്നാളൊന്ന് കാണാനാണ് കേട്ടോ. അങ്ങനെ പെരുന്നാളൊന്നും കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയൊന്നുമല്ല, ചുമ്മാ ഒന്ന് കറങ്ങണം, അത്രേ ഉള്ളൂ. എല്ലാവരും കൂടിയതല്ലേ, എന്നാൽ പിന്നെ എവിടെയെങ്കിലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം തൊട്ടടുത്ത് നോക്കിയപ്പം നമുക്ക് പാറേപ്പള്ളി പെരുന്നാൾ നടക്കുന്നുണ്ടല്ലോ, പിന്നെ വേറെ എവിടെയും പോകണ്ട, എന്നാൽ പിന്നെ അങ്ങോട്ട് വിടാമെന്ന് എല്ലാവരും അങ്ങ് പ്ലാൻ ഇട്ടു. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ സൈഡിൽ ഒതുക്കി വെച്ചിട്ട് നടക്കുവാണ് കേട്ടോ. നടന്ന് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു, എന്നാലല്ലേ അതിൻ്റെ ഒരു ഓളം നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ നടന്ന് ഞങ്ങൾ പള്ളിയുടെ അടുത്ത് എത്തിയപ്പോഴേ അവിടെ വെട്ടവും വെളിച്ചവും ഒന്നും കാണുന്നില്ല. അങ്ങനെ തിരക്കിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് പള്ളി പെരുന്നാൾ നാളെയാണെന്നുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ അവിടം വരെ പോയതല്ലേ, എന്നാ പിന്നെ കടകളിലൊക്കെ ഒന്ന് കയറി നിരങ്ങി ഇതിലേക്ക് ഒന്ന് തേരാപ്പാര നടന്നിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടും കൽപ്പിച്ചു. ഞങ്ങൾ ഇറങ്ങിയ സമയം അത്ര നല്ലതായതുകൊണ്ട് തന്നെ വലിയ തിരക്കും പിടുത്തമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമുക്ക് സുഖമായിട്ട് റോഡിൽ കൂടെ ആടിയും പാടിയും നടക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓടിച്ചെന്നൊരു ബസാറിലോട്ട് കയറി. അവിടെ ചെന്നപ്പോൾ പിച്ചാത്തി വാക്കത്തി പാത്രങ്ങൾ, പിന്നെ ചെരുപ്പ് ഉടുപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒന്നും നമ്മൾ നോക്കില്ല. ഇവിടെ എത്തിയപ്പോൾ എൻ്റെ കണ്ണൊന്നുടക്കി. ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ആരാണെങ്കിലും ഒരു 5-10 മിനിറ്റ് അവിടെ നിന്ന് പോകും കേട്ടോ. അത്ര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞാൻ 2 ചെടിയൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഈ ഒരു ചട്ടുകം വളരെ ചെറുത് കേട്ടോ. ഞാൻ കൈ പിടിച്ചിട്ട് അത് കാണാൻ പോലും ഇല്ലായിരുന്നു. പിന്നെ അത് വെച്ചിട്ട് കുറച്ച് ഷോ ഒക്കെ അവിടെ നിന്ന് കാണിച്ച് കുട്ടിക്ക് 2-3 സ്റ്റിക്കറും ഒരു ക്ലേയും ഒക്കെ വാങ്ങിച്ചിട്ട് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. വീണ്ടും നടന്ന് നമ്മൾ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ കോളിഫ്ലവർ പൊരിക്കുന്ന കണ്ടു. എന്നാൽ പിന്നെ 2-3 കോളിഫ്ലവർ അങ്ങ് വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങിച്ചതാണെങ്കിലും ഒരു കാശിനും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഗതികേട് കൊണ്ട് അങ്ങനെ അങ്ങ് തിന്നു. തീറ്റിയെല്ലാം കഴിഞ്ഞത് അപ്പുറത്തെ കടയിൽ നിന്ന് 2 ഏറുപടക്കം വാങ്ങിച്ച് അത് അവിടെ നിന്ന് പൊട്ടിച്ച് എല്ലാവരും അങ്ങ് തകർക്കുവാണ് കേട്ടോ. പൊട്ടാതെ വന്നപ്പോൾ ലാസ്റ്റ് ചവിട്ടി പൊട്ടിക്കേണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറ സൈഡിൽ കൂടെ പോയി കേട്ടോ. അപ്പുറ സൈഡിൽ കുറച്ചും കൂടെ കടകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറിയപ്പോൾ നമ്മുടെ ചെക്കൻ നല്ല മാംഗോ ബാറും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നടു റോഡിൽ നിന്ന് ഐസ്ക്രീം അങ്ങ് തിന്നു കേട്ടോ. എല്ലാവരും കൂടെ നിന്ന് കമ്പനി അടിച്ച് അവിടെ നിന്നങ്ങ് തിന്നു. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാമെന്ന് നോക്കുമ്പോൾ ആ സമയത്ത് ഇവിടെ ആരും ഇല്ല കേട്ടോ. എല്ലാവരും പോയി തുടങ്ങിയായിരുന്നു. അങ്ങനെ എന്തായാലും പോകാമെന്ന് തീരുമാനിച്ച് വണ്ടി കയറാൻ തുടങ്ങിയപ്പോൾ ഒരുത്തി പൊട്ടാസ് തോക്കുമായിട്ട് വരുന്നു ഞങ്ങളെ വെടിവെച്ചു കൊല്ലാൻ. ഞാൻ പറഞ്ഞു നടക്കില്ലടി, ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞ് വീട്ടിലോട്ട് പോയി.